നമ്മൾ ഏത് വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു വ്യക്തി ഒരു ലെൻസ് ഓഫ് എംപത്തിയിലൂടെ കാണാൻ പറ്റണം. എൻ്റെ കുറേ പോരായ്മകൾ എല്ലാ എപ്പിസോഡിലും കാണും, പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിൽ ആ സമയത്തെ സാഹചര്യം അനുസരിച്ച് ഇത്ര വൃത്തിയായിട്ട് ചെയ്യാം. കഴിയുന്നതും നമുക്ക് എവിടെയൊക്കെ റെസ്പെക്റ്റബിൾ ആയിട്ട് ഇടപെടാൻ പറ്റുമോ ആ റെസ്പെക്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബാധിക്കും, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. മാമിന്റെ ഫിലോസഫി ഓഫ് ഹാപ്പിനെസ് എന്താണ്? അഭിമുഖത്തിന് വേറിട്ട മുഖം നൽകിയ വ്യക്തി, ഹൃദയം കീഴടക്കുന്ന വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ സൗന്ദര്യം കണ്ടെത്തുന്ന ദ ഹാപ്പിയസ്റ്റ് വുമൺ ധന്യ വർമ്മയാണ് ഇന്ന് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. വെൽക്കം മാം. വെൽക്കം. ഞാൻ ദ ഹാപ്പിയസ്റ്റ് വുമൺ എന്ന് പറഞ്ഞ അത് ഹാപ്പിയസ്റ്റ് വുമൺ എന്ന് എനിക്ക് വിശേഷിപ്പിക്കാമല്ലോ അല്ലേ? ഹാപ്പിയസ്റ്റ് വുമൺ ഒന്നുമല്ല, ജീവിതമാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നും നേരിടേണ്ടി വരും. ചിലത് ചെറുത്, ചിലത് വലുത്. പക്ഷെ അതിനെയൊക്കെ ഡീൽ ചെയ്ത് അതിൽ ജീവിതത്തിൽ കാണുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ അത് ചേർത്ത് പിടിച്ച് പോവാന്ന് ഉള്ളതാണ് എൻ്റെ മോട്ടോ, തിയറി ഓഫ് ലൈഫ്. ഞാൻ കോവിഡ് കാലഘട്ടത്തിലാണ് ഈ ഹാപ്പിനെസ് പ്രോജക്റ്റ് കാണുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ അടച്ചുകൂട്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര തെറാപ്പി പോലെയായിരുന്നു ആ എപ്പിസോഡ്സ് എല്ലാം കാണുന്നത്. ദർ ഈസ് സംതിങ് മാജിക് ഇൻ ഇറ്റ്. എന്ത് മാജിക്കാണ് ഈ അഭിമുഖങ്ങളിൽ കൊണ്ടുവരുന്നത്? അത് യുണീക്കായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു പോയിന്റ്. ഇപ്പം ഞാൻ 1-on-1 ഇൻ്റർവ്യൂസ് ചെയ്തിരിക്കുന്ന 2 എണ്ണമാണ്. ഒന്ന് ഹാപ്പിനെസ് പ്രോജക്റ്റ്, ഞാനിപ്പോൾ ചെയ്യുന്ന ഐ ആം വിത്ത് ധന്യ വർമ്മ യൂട്യൂബിലുള്ളത്. അതിനു മുമ്പ് ഞാനൊരു ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ഷോ ചെയ്തിരുന്നു, റോസ് ബോൾ ചാനലിലായിരുന്നു. അതൊരു പാനൽ ഡിസ്കഷനായിരുന്നു, നമ്മൾ തമ്മിൽ പോലെ, പക്ഷേ ഇതിലൂടെ ഇൻറ്റൻസീവായിട്ട് അത്രയും ആ ഒരു സ്കെയിലല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു 3 ഷോ ആണ് ഞാൻ കേരളത്തിൽ ചെയ്തിരിക്കുന്നത്, ടോക്ക് ഷോസായിട്ട്. ഞാൻ ഇതിലെല്ലാം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോയിൻ്റെ എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ഇത്തിരി ക്ലാരിറ്റി വേണം. ഇപ്പം ഞാനൊരു ടോക്കിംഗ് പോയിന്റ് ചെയ്യുന്ന പോലെയല്ല ഹാപ്പിനെസ് പ്രോജക്റ്റ് ചെയ്യുന്ന പോലെയല്ല ഐ ആം ചെയ്യുന്നത്. 3ലും വ്യത്യസ്തതയുണ്ട്. കാരണം അതിൽ നിന്ന് ഞാൻ എന്ത് പുറത്ത് കൊടുക്കണം എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് അതിന് 3നും ഒരു വ്യത്യസ്ത രീതിയാണ്. ഓഫ് കോഴ്സ് ഒരു ഇൻ്റർവ്യൂവർ എന്ന നിലയ്ക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ളൊരു സ്റ്റൈൽ കാണും, നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് കാണും, നമ്മളുടെ ഒരു സ്കിൽ സെറ്റ്സ് കാണും. അതെല്ലാം ആ കോമണാലിറ്റി ഇതിലൊക്കെ കാണുമെങ്കിലും അതിൽ നിന്ന് എന്ത് പുറത്ത് ഓഡിയൻസിന് കൊടുക്കണം എന്നുള്ളൊരു തോട്ട് വ്യത്യസ്തമായിരിക്കണം. അതിന് ആ വ്യത്യസ്തത ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതിലൊരു യുണീക്നെസ് ഉണ്ട്. ഇപ്പോൾ ഹാപ്പിനെസ് പ്രോജക്റ്റും ധന്യ വർമ്മയും 2 ഡിഫറെൻ്റ് ആണെന്ന് പറയുമ്പോഴും ദർ ഇസ് എ യുണീക്ക് ഒരു എലമെൻറ്റ്. ദ കോമൺ എലമെൻറ്റ് ഇൻ ഓൾ ഓഫ് ദിസ് ഇസ് ദ ഫാക്ട് ദാറ്റ് നമ്മൾ ഏത് വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു വ്യക്തി ഒരു ലെൻസ് ഓഫ് എംപത്തിയിലൂടെ കാണാൻ പറ്റണം. ഇപ്പം മോടോടി ഇരിക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ പല കാഴ്ചപ്പാടുകളും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ജനറേഷൻ്റെ ആവാം, ഏജിൻ്റെ, എക്സ്പീരിയൻസിൻ്റെ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ, ഇതിലൊക്കെ വ്യത്യാസം കാണും. പക്ഷെ എന്നാലും അവരുടെ ലെൻസിലൂടെ എനിക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ കാണാൻ പറ്റുമോ, എഗ്രി ചെയ്തില്ലേലും ആ ഒരു കോമണാലിറ്റി ആയിരിക്കും ചിലപ്പം നിങ്ങളത് കണ്ടിട്ടുള്ളത്. ഇപ്പം ഈ ക്ലിക്ക് ബൈറ്റുകളുടെ അല്ലെങ്കിൽ തംബ്നെയിൽസ്, ക്യാച്ചിങ് തംബ്നെയിൽസ് വെക്കുന്ന കാലത്ത് നാം കൊടുക്കുന്നത് വളരെ അതൊന്നും യൂസ് ചെയ്യാതെയാണ് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഞാൻ എങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കുസൃതിയുടെ ഒരു പൊസിഷനിൽ നിന്നാണ്. ഞാനത് ഡെലിബറേറ്റ് ആയിട്ട് അതൊരു ക്ലിക്ക് ബീറ്റ് ആയിട്ടായിരിക്കില്ല ഞാൻ എഴുതുന്നത്. ഇപ്പം എനിക്കൊരു അതിലൊരു ബിസിനസ് എലിമെൻ്റ് ഉണ്ട്. ഒരു വ്യക്തിക്ക് അതിൽ കാണാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവുന്ന ഒരു തമ്മിലായിരിക്കണം. അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ബേറ്റ് എന്നുള്ള വാക്കിനേക്കാളും കൂടി ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ചോദ്യത്തിന് ഉത്തരം നൽകുന്ന, അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് നമ്മുടെ തമ്മിൽ ഐഡിയലി ഉണ്ടായിരിക്കണം. അത് ഞാൻ ഡെലിബറേറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നൊന്നുമല്ല. എനിക്ക് ഓർഗാനിക്കലി ആ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓർഗാനിക്കലി മനസ്സിൽ എന്ത് വരുന്നോ അത് ഞാൻ അങ്ങ് ടൈപ്പ് ചെയ്യുക. പിന്നെ ദൈവാധീനത്തിന് whatever you call it, നമുക്കൊരു ലോയൽ ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ തംബ്നെയിലും അതിൽ എഴുതിയിരിക്കുന്നത് എന്തായാലും ഇൻ്റർവ്യൂ കാണണം, അത് ഇൻ്റർവ്യൂ കണ്ട് തീരുമാനിക്കാം എന്ന് ഫോളോ ചെയ്യുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഓഡിയൻസ് ഉണ്ട്. ആൻഡ് പലപ്പോഴും പുതിയ ഓഡിയൻസ് വന്നാലും അവർ വരുന്നത് ഈ ഗസ്റ്റിനെ കണ്ടിട്ടായിരിക്കും. അപ്പം ഗസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ കാണാൻ വരുന്നവരായിരിക്കും. അപ്പോൾ അവരും അത് നോക്കാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം.
പിന്നെ ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്ന എൻ്റെ ലൈഫിൻ്റെ എല്ലാ അടിത്തറ എന്ന് പറയുന്നത് കഴിയുന്നതും നമുക്ക് ദേഷ്യം വന്നാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ നമുക്ക് റെസ്പെക്റ്റ്ഫുൾ ആവാൻ പറ്റില്ല, ഐ അഗ്രി. പക്ഷേ കഴിയുന്നതും നമുക്ക് എവിടെയൊക്കെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ഇടപെടാൻ പറ്റുമോ ആ റെസ്പെക്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, വെദർ ഇറ്റ് ഇസ് ടുവേർഡ്സ് ദി ഓഡിയൻസ് ഓർ ടുവേർഡ്സ് യുവർ ഗെസ്റ്റ്. തുടക്കകാലത്തിൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. ആങ്കറിങ്ങിന് പകരം പ്രൊഡ്യൂസറായിട്ട് ബാക്കിൽ നിന്നിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഷൈനെസ്സിനെ എങ്ങനെയാണ് ഇപ്പം കാണുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തത്? അതിലൊരു ഒരു ഒരു പോയിന്റ് ഉണ്ടാവണമല്ലോ അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട്. അതെന്തായിരുന്നു? ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ഞാൻ ഓർഗാനിക്കലി ഒരു ഷൈ വ്യക്തിയാണ്. ലൈക്ക് എനിക്ക് ഒരാൾക്കൂട്ടത്തിൽ പോയി എനിക്ക് ആരെ അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഒരു കോർണർ സീറ്റ് എടുത്തിട്ട് അവിടെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളാണ്. എനിക്കൊരു ക്രൗഡോ അങ്ങനെ ഒരു വലിയ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഒന്നും ഇപ്പോഴും വേണ്ട. ഐ ഹാവ് വെരി ഫ്യൂ ഫ്രണ്ട്സ്, ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ഐ ലൈക്ക് മൈ സോളിറ്റ്യൂഡ്. അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സോ ഇറ്റ്സ് എൻ ഇന്നേറ്റ് പാർട്ട് ഓഫ് മൈ നേച്ചർ. പിന്നെ എൻ്റെ ആ ഷൈനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ, ഐ തിങ്ക് ഷൈനെസ്സിനെക്കാളും വർക്ക് സ്പേസിൽ ഇറ്റ് വാസ് ഓൾസോ ദ ഫിയർ. ഷൈനസ് ഒരു ആസ്പെക്റ്റ് ഉണ്ട്, പക്ഷെ ഓൾസോ ദ ഫിയർ ഓഫ് ഹൗ വുഡ് യു ബി അക്സെപ്റ്റഡ്. ആൾക്കാർ ഇങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പം ഞാൻ ഇപ്പം നേരത്തെ നമ്മൾ സെഷൻ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ അതിൽ നിന്ന് മാറി പ്രോസസ്സിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് എൻ്റെ കയ്യിലല്ല, അതെൻ്റെ കൺട്രോളിലും അല്ല. അപ്പം ഞാൻ എൻ്റെ ജോലി നന്നായിട്ട് ചെയ്യുക, അത് എത്ര വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും വൃത്തിയായിട്ട് ചെയ്യുക. നമുക്ക് പെർഫെക്ഷനിലേക്ക് ഞാൻ ആസ്പയർ ചെയ്യുന്നില്ല. എൻ്റെ കുറേ പോരായ്മകൾ എല്ലാ എപ്പിസോഡിലും കാണും. പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിൽ ആ സമയത്തെ സാഹചര്യം അനുസരിച്ച് എത്ര വൃത്തിയായിട്ട് ചെയ്യുക, അത് ചെയ്യും. ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ എൻ്റെ മനസ്സ് റിലാക്സ്ഡ് ആയി. സ്ത്രീകളുടെ ജീവിതം, അവരുടെ കരിയർ ഒരു പോയിന്റിന് ശേഷം, ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷമാണെങ്കിൽ അത് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? അതിൽ നടത്തിയിട്ടുള്ള ലേണിംഗ് അൺലേണിംഗ് പ്രോസസ്സുകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ഒത്തിരി അധികം കരിയർ ബ്രേക്സ് എടുത്തിരിക്കുന്ന ആളാണ്. അതായത് ഞാൻ എൻ്റെ ഫുൾ കരിയർ ബിൽഡപ്പ് ചെയ്ത് നല്ലൊരു പോയിന്റിൽ എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ മൂത്ത മോളുണ്ടായപ്പോൾ എനിക്ക് ജോലി വിടേണ്ടി വന്നു. ആഗ്രഹത്തോടെ അല്ല, വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ജോലി വിട്ട ആളാണ്. അതിനുശേഷം 2-2.5 വർഷം കുഞ്ഞിൻ്റെ കൂടെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ചെറിയ തോതിൽ ഫ്രീലാൻസറായിട്ടാണ് ടോക്കിംഗ് പോയിന്റ് ചെയ്തത്. ടോക്കിംഗ് പോയിന്റ് ചെയ്ത് ഞാൻ എസ്റ്റാബ്ലിഷായി കംഫർട്ടബിൾ ആയപ്പോഴാണ് ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ 2 കുട്ടികൾ ട്വിൻസ് ആയിരുന്നു. അപ്പോൾ അഗൈൻ അനദർ 5 ഇയർ ബ്രേക്ക്. ആ 5 ഇയർ ബ്രേക്കിന് ശേഷമാണ് ഹാപ്പിനെസ് പ്രോജക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ തവണയും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് റിയലി ഫ്രം സ്ക്രാച്ചാണ്. ആൻഡ് ഐ ഹാവ് ഓൺലി ദിസ് ടു ടെൽ വിമൻ, മെൻ, ഹൂഎവർ ഇറ്റ് ഇസ്. ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്ന് നമുക്ക് അതൊന്ന് നിർത്തേണ്ടി വന്നു എന്ന് വെച്ചാലും നമ്മളത് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ മടിക്കരുത്. ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാവില്ല. സപ്പോർട്ട് സിസ്റ്റം എനിക്ക് എപ്പോഴും എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ അമ്മ എനിക്കൊരു വലിയ സപ്പോർട്ടായിരുന്നു. എന്നാൽ ഇന്നും എൻ്റെ അമ്മ വലിയൊരു സപ്പോർട്ടാണ്. ഇന്ന് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത്, ഞാൻ കൊച്ചിയിൽ നിന്ന് പോവാറില്ല. ട്രിവാൻഡ്രത്ത് ഇരിക്കുന്ന എൻ്റെ അമ്മ അവിടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൻ്റെ പേരിലാണ്. യൂസ് എവറി റിസോഴ്സ്, സീക്ക് എവറി ഹെൽപ്പ്, ബട്ട് ഒരു ബ്രേക്ക് നമ്മളെ പെർമനൻറ്റ് ബ്രേക്ക് ആക്കാതിരിക്കുക. മാം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതിലൊരു ഓക്കെ പോയിന്റ് ഇല്ലേ? ഇപ്പം ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഓക്കെ ദർ ഇസ് എ ലിമിറ്റ്, അല്ലെങ്കിൽ ഒരു ബോർഡർ ഉണ്ട്, ഇത് കടക്കാൻ പാടില്ല. അതായത് ആ ബോർഡർ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ആ കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല. കാരണം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമ്മൾ നേരെ ഇരുന്നല്ലേ സംസാരിക്കും. അപ്പോൾ ആ ഓഡിയൻസ്, ആ ഗസ്റ്റിന് എത്ര കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് തന്നെ അറിയാം. ഞാൻ അൺകംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്, നമുക്കത് മനസ്സിലാവുമല്ലോ. സോ ആ ലൈൻസ് വളരെ ക്ലിയർ ആയിരിക്കും ആസ് യു ഹാവ് ദ കോൺവെർസേഷൻ. ആൻഡ് എനിക്കും അറിയാം ദാറ്റ് ദർ ആർ സർട്ടൻ ലൈൻസ് ഈവൻ ഐ വുഡ് വാണ്ട് nobody to cross. അപ്പോൾ അത് ഒരു, ഐ തിങ്ക് ഇറ്റ്സ് വിത്ത് എക്സ്പീരിയൻസ് യു കൈൻഡ് ഓഫ് നോ ഇറ്റ്. മാമിന് കുറേ മെസ്സേജസ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി വരാറുണ്ടെന്ന് പറഞ്ഞു. ഈ ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന സ്ത്രീകൾ, പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ. അപ്പം ബാക്കിയുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ആ വിഷമങ്ങൾ നമ്മളെ ഒരു പരിധിവരെ ബാധിക്കുമല്ലോ. അപ്പം അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? അതിനെന്തെങ്കിലും, ഞാൻ ഒരു തെറപ്പിസ്റ്റ് അല്ല, സോ എനിക്ക് ഇപ്പോഴും ആ മെക്കാനിസം ഇല്ല ടു പ്രൊട്ടക്ട് മൈ സെൽഫ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബാധിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ ഓവർകം ചെയ്യാം? അപ്പോൾ ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ഐ എം നോട്ട് എ പേഴ്സൺ ടു പ്രൊവൈഡ് ഹെൽപ്പ്. എനിക്ക് ഒരു അഡ്വൈസോ ഒരു തെറപ്പിസ്റ്റിനെ പോലും ഒരു ഗൈഡൻസ് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. പക്ഷേ എനിക്ക് ഐ ക്യാൻ സെൻഡ് ദം ടു ദ റൈറ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന, എനിക്ക് നല്ലവണ്ണം കോൺഫിഡൻസ് ഉള്ള സൈക്കോളജിസ്റ്റ് ആണെങ്കിലും തെറപ്പിസ്റ്റ് ആണെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ
ഞാൻ നമ്പേഴ്സ് കൊടുക്കാറുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പം ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ചോദിക്കുന്നത്, പക്ഷെ ചോദിക്കുമ്പോൾ നമ്പേഴ്സ് ഞാൻ കൊടുക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഡു. എല്ലാവരുടെയും ഹാപ്പിനെസ്സിനെ പറ്റി അന്വേഷിക്കുന്ന മാമിൻ്റെ ഫിലോസഫി ഓഫ് ഹാപ്പിനെസ് എന്താണ്? ഞാൻ ഈ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ നമ്മൾ പെർ ഡേ നമുക്ക് ഹാപ്പി ആവാൻ ഒരു 100,000 കാര്യങ്ങൾ കാണും. അപ്പം നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, അതിനെ തള്ളിക്കളയാതിരിക്കുക. കാരണം പ്രശ്നങ്ങൾ ഒരു വഴിക്കുണ്ട്, അത് അവിടെ ഉണ്ട്. അത് നമ്മുടെ ഈ കിട്ടുന്ന നല്ല നിമിഷങ്ങളെ ക്ലൗഡ് ചെയ്യാതിരിക്കുക. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലെവൽ ഓഫ് എനർജി, ഹാപ്പി ആയിട്ടുള്ള എനർജി, അതൊക്കെ കൂടി കൂടി വരത്തുള്ളൂ. അതേസമയത്ത് ഞാൻ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് ഞാൻ ഇവിടെ നിന്ന് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ ഡീൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഈ നല്ല നല്ല മനോഹരമായ യെസ്, live in the moment. Even if when you're going for a walk, you see a butterfly, you see a flower, enjoy it. Don't let these moments pass by, because you can't chase happiness. It's like they say, na, butterfly poleയാണ്, you chase ചെയ്ത് കഴിഞ്ഞാൽ ഓടി പോകും, വന്നിരിക്കും. But be observant when it comes and sits on your hand. ഈ ഏജിൽ എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്? I love where I am. I absolutely love my 40s. Yes, 40s you have perimenopause, brain fog, ഇതെല്ലാം ഉണ്ട്, which I agree it's all there. But I love the person who I have become today. And ഇത്തിരി 20s മുഴുവൻ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, 30s absolutely lost ആയിട്ടുള്ള, I think I kind of regained myself in my 40s. And 40s is also about preserving what you have, whether it's your health, whether it is your body, your mental health, ഇതെല്ലാം പ്രിസർവ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ ഓൾഡർ ഏജ് ഗ്രൂപ്പിലേക്ക് പോകേണ്ട ഒരു ട്രാൻസിഷൻ ഫേസ് ആണ്. അപ്പോൾ I have started working out. I'm late. I should have started at least in my 20s or 30s. So I'm lifting weights, I'm doing strength training, I'm eating good food, I'm conscious about my nutrition. And people talk, the skin care, whatever. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ ഹെൽത്തും എൻ്റെ ബോഡിയും എൻ്റെ മനസ്സും പ്രിസർവ് ചെയ്യുകയാണ് and protect ചെയ്യാണ്, nurture ചെയ്യാണ് എൻ്റെ 40s. So I think 40s is a beautiful time, and you should not wait till your 40s to work out or take care of your body. You should do it well into your 20s. So it's a beautiful phase. ഒരു 20s-ലും 30s-ലും ഈ സ്ട്രഗിൾ ചെയ്യുന്ന വുമൺ, സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ എപ്പോഴും പറയണം, എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലൊരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്, എന്നോട് ആരോ പറഞ്ഞൊരു ലൈനാണ്. അവരെന്നോട് ഇത്രയും ചോദിച്ചുള്ളൂ, ധന്യ, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു റിയലി വാണ്ട്? ഈ ഒരു ചോദ്യം എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തൊരു മൊമെൻ്റാണ്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഹസ്ബൻഡ്, വൈഫ്, മറ്റേ പേരൻസ്, പലവർക്കും വേണ്ടി പലതും ചെയ്ത് ഓടിപ്പടച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പോവുകയും അതിൽ കുറേ കോംപ്രമൈസസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം എനിക്ക് ഭയങ്കര പ്രൊഫൗണ്ടായിട്ട് തോന്നി, വിച്ച് മെയ്ഡ് മീ തിങ്ക് ദാറ്റ് വി ആക്ച്വലി നീഡ് ടു ആസ്ക് ourselves every time we do something, what is it that you really want in this situation? അത് ചെറിയ കാര്യമായിരിക്കാം, അതൊരു ആഹാരത്തിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ഡിസിഷൻ ആയിരിക്കാം. ബട്ട് ദാറ്റ് ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് വാട്ട് വി ലൂസ്. സോ ഐ തിങ്ക് ഫോർ മോസ്റ്റ് വിമൻ ഓർ മെൻ, ഇത് ജെൻഡർ ന്യൂട്രൽ ആണ് ആ കാര്യം. ദിസ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ഇൻ യുവർ ഹെഡ്, ലൈക്ക് എനിക്കെന്താണ് ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടത്. ആൻഡ് അവിടെ നമുക്ക് പലപ്പോഴും കുറച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, ബിക്കോസ് ഫാമിലി കാണും, നമുക്ക് പല കാര്യങ്ങളും. പക്ഷെ എന്നാലും നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ അബാൻഡൻ ചെയ്യാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് എൻ്റെ ഉള്ളിലുള്ള കോളിങ്ങിനെ മാറ്റി വെച്ചിട്ട് വേറൊരാൾക്ക് വേണ്ടി ചെയ്ത് നമ്മൾ അൺഹാപ്പി ആയിട്ട് വേറൊരാൾക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. യു ഷുഡ് ബി ഹാപ്പി, ദി അതർ പേഴ്സൺ ഷുഡ് ഓൾസോ ബി ഹാപ്പി. So you should know what you want for that. So always ask yourself, what do you really want? Thank you so much. Thank you. It was lovely talking to you. Thank you so much.